ഒരു ചെറിയ പുടുത്തുണ്ടായിക്കോട്ടെ, അല്ല എങ്ങനെ പിടിച്ച ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക, ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ആരെങ്കിലുമൊക്കെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നെറ്റ് തീർന്നിട്ടുള്ള പ്രശ്നം കൊണ്ട് കാണാതാവുക കേട്ടോ. പക്ഷേ ഞാനത് പിറ്റേ ദിവസം ഞാനത് കാണും കേട്ടോ. അപ്പോൾ നിങ്ങളെ വീഡിയോസൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എന്തായാലും തിരിച്ചും സപ്പോർട്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ രാവിലെ നല്ല ഒരു അടിപൊളി അപ്പമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. നമ്മളെ രാഗി ഉണ്ടല്ലോ, രാഗിയും പിന്നെ പച്ചരിയും കൂടെ ഇട്ടിട്ടൊരു അപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ രാഗിയൊക്കെ ഇങ്ങനെ അരച്ച് നമ്മൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ അരച്ചിട്ട് നമ്മൾ അപ്പം ചുടുന്നതിലേക്ക് ചേർത്ത് കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തി, ആരോഗ്യത്തിന് നല്ലതും അല്ലേ. അതുപോലെ നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാവാൻ ഇതൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് ബ്ലഡ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മളെ റാഗി. അപ്പോൾ അതൊക്കെ ഞാൻ അരിച്ചിട്ട് നമ്മൾ പച്ചരി കുതിർത്തതുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സംഭവം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് അപ്പം ചുടണ പോലെ ചുടുക ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്ത് വെക്കണം. ഇനി കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ അപ്പം കലക്കി പറഞ്ഞ അപ്പം ഉണ്ടല്ലോ അതേപോലെ തന്നെ കേട്ടോ. അതിക്ക് കുറച്ച് രാഗി തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ചുടുന്നത് മാത്രം. നമുക്കിതൊക്കെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ചൂടോടുക്കനെ കഴിക്കാം കേട്ടോ. പിന്നെ കറി വേണ്ടവർക്ക് കറി അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അല്ലാതെ ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നാനും രസമാണ്. നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പൊക്കെ ഇങ്ങനെ ചൂട് കൊടുക്കാൻ ഇങ്ങനെ കഴിക്കാനും രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതാ അപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഒന്ന് കുടിക്ക് തറവാട്ടിക്കൊന്ന് പോകാണ്ട് കേട്ടോ. അവിടെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്, കുറേ ഒതുക്കാനും മണൽ ഉള്ളിക്കിടാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വേഗം ചായയും കടിയും ചോറും ആക്കിയിട്ട് വേഗം പോകണം. പിന്നെ ചായക്കുള്ള പാൽ ഇവിടെ തിളച്ചിക്കണം കേട്ടോ. അത് ഞാൻ സംഭവം മറന്നിരുന്നു കേട്ടോ. ഇപ്പോൾ തിളച്ച് പൊന്തുമ്പോൾ എപ്പോഴും പാൽ ഗ്യാസിൽ വെച്ചാൽ അപ്പം ഞാൻ കളയും കേട്ടോ. എൻ്റെ അടുത്ത് നിന്ന് എന്നും പൊന്തി പാൽ കുറച്ചെങ്കിലും പോകും കേട്ടോ, പോവാതിരിക്കില്ല. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മൾ അപ്പം അരച്ചെടുത്ത് ചുട്ടെടുത്തിക്കണം കേട്ടോ. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല മണമാണ് കേട്ടോ. നല്ല നമ്മൾ ഈ നെല്ലുത്തരിൻ്റെ അപ്പമൊക്കെ ചുടില്ല അതേപോലെ ഉണ്ട് കേട്ടോ. കളറ് ഒരു ബ്രൗൺ കളറ് മട്ടേരിൻ്റെ അരി വെച്ച് ഉണ്ടാക്കില്ല ആ ഒരു കളറാണ് കേട്ടോ, രാഗിൻ്റെ കളറാണത്. അപ്പോൾ അങ്ങനെ അപ്പം മക്കളൊക്കെ നീച്ചിക്കണ്. അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് ചൂടോർക്കനെ അവരങ്ങനെ കഴിക്കും. പിന്നെ നമ്മളിതാ ഇന്നലെ അവിടെ തറവാട്ടിലൊരു വാഴ വെട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ ഒരു കുറച്ച് ഉണ്ണിത്തണ്ട് കൊടുന്നതാണ് കേട്ടോ. കുറച്ച് തന്നെ കൊടുന്നുള്ളൂ. ഇവിടെ പിന്നെ ഉണ്ണിത്തണ്ട് ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഞാനും ഇവരും കാക്കും മാത്രമേ കഴിക്കുള്ളൂ. അത് അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിന്നൂസ് ഇങ്ങനെ ഓരോ വികൃതിയും കാട്ടി ഇങ്ങനെ നടക്കുക കേട്ടോ. എന്തൊക്കെയോ തട്ടി മറിച്ചൊക്കെ ഇടുന്നുണ്ട്. അവിടെ ഫോണ് കുത്തി വെച്ചാൽ അതൊക്കെ ചിലപ്പോൾ അവളിങ്ങനെ തട്ടി നടക്കും കേട്ടോ. അപ്പോൾ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തോ കിട്ടിയിരിക്കണം. അപ്പോൾ അതും തട്ടിക്കൊണ്ട് അപ്പോൾ വേറെ ഒന്നൊരു പാത്രം കേട്ടോ. എന്നിട്ട് മേശൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വരുന്നുണ്ടോ നോക്കി ഒളിച്ചും ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആൾ. നല്ല വികൃതി കേട്ടോ. രാവിലെ വിട്ട് കഴിഞ്ഞാൽ ആകെ പരക്കം മഞ്ഞ് ഓടിയിട്ട് എന്ത് കിട്ടിയാലും അതൊട്ട് തട്ടി അങ്ങനെ കൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ മുറിച്ചിട്ട് ചോറിനുള്ള അരിയും തീമട്ടിക്കണം കേട്ടോ. അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പേരി വെക്കണം. മീൻ കൊണ്ടു നിൽക്കണം കേട്ടോ. മീൻ രാവിലെ മീൻകാരൻ പോയപ്പോൾ ചെറിയ സൂതാൻകുട്ടികളാണ്, അത് മീൻ നന്നാക്കണം, കറിയും വെക്കുക, ഇതുകൊണ്ടൊരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് കേട്ടോ കട്ട് ചെയ്തെടുക്കുക ചെറുതാക്കിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ പണിക്കൊക്കെ നേരത്തെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് വൈകിയാലും പിന്നെ അന്നത്തെ ദിവസം നേരം വൈകിയുണ്ടാവും. പിന്നെ നമ്മളത് മിന്നൂസ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഒക്കെ അന്ന് അപ്പത്തിൻ്റെയൊക്കെ മണം കിട്ടിയിരിക്കണ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ അപ്പത്തിന് കാവൽ കിടക്കുകയാണ്. അപ്പോൾ ചൂടാണ് കേട്ടോ, നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ സൗണ്ട് നടക്കുകയാണ് കേട്ടോ എൻ്റെ പിന്നാലെ.
അങ്ങനെ ഇതാ നമ്മൾ ഇന്നിത്തണ്ട് മുറിച്ചെടുക്കേണ്ടത്. ഞാനതൊക്കെ കുറച്ച് മുതിര ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. മുതിര ഇട്ടിട്ട് വെക്കാനാണ്. അപ്പോൾ മുതിര ഞാൻ കുക്കറിൽ വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അപ്പം ചുള്ളൊക്കെ കഴിഞ്ഞിരിക്കണ്. പിന്നെ ഇനിയിപ്പോൾ മക്കളെയൊക്കെ മോനെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ തറവാട്ടിക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറേ വഴുതിരിങ്ങ നിലത്തൊക്കെ ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ. ചീഞ്ഞിട്ട് ആരും അറക്കാൻ ഇല്ല. എനിക്ക് ഇവിടെ വലിയ ഇഷ്ടമല്ല വഴുതിരിങ്ങ. മക്കളോ ഞങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. പിന്നെയും കഴിക്കണേ ഞാൻ തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അമ്മ കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഉണ്ടായിക്കണത്. പിന്നെ അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് എല്ലാവർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഇപ്പോൾ വേറെ പുറത്തുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളെ മൂത്തച്ഛൻ തന്നെ കൊടുത്തിക്കണം രണ്ടാൾക്കും. അവർ 2 മൂത്തച്ഛന്മാരും കൊണ്ടുപോകും. അപ്പോൾ അവർ വിളിച്ചിരിക്കണം കേട്ടോ. ഒരു പഴമുണ്ട്, അതുപോലെ വൈതിരിങ്ങി ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഉമ്മ ഒരു വാഴ അത് ഇവിടുത്തെ അമ്മ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മൂത്തിക്കണ്. അപ്പോൾ അതും വെട്ടി വെക്കാൻ. അപ്പോൾ അത് കൊണ്ടുപോകും കേട്ടോ. നമുക്കൊന്നുമല്ല അതുപോലെ ഇമ്മാക്കിപ്പോൾ കയ്യിന് ഒരു സുഖമില്ലായ്മ പരിക്ക് പറ്റിയിട്ട് വലിയ മൂത്തച്ഛൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഉമ്മ വെച്ചത് കേട്ടോ ഈ വാഴയൊക്കെ. അപ്പം അതിന് ഇത് വെട്ടാൻ എനിക്ക് ഇങ്ങനെ വയ്ക്കൂല കേട്ടോ. അപ്പോൾ നമ്മളത് കാക്ക് വെട്ടുന്നുണ്ട്. വാഴ വെട്ടി ശീലമുള്ളവർക്കല്ലേ വെട്ടാൻ വയ്ക്കുള്ളൂ. നമുക്ക് അങ്ങനെ വയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ വാഴക്കൊല നല്ല മൂത്തുക്കണം കേട്ടോ. അപ്പോൾ പൂവമ്പഴമാണ് അത്ര ഇട്ടത്. അപ്പോൾ അത് വെട്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുവെക്കും. നമുക്ക് ഇവിടെ പിന്നെ ആരും അങ്ങനെ പഴമൊന്നും വലിയ ഇഷ്ടമല്ല. ചെറുപഴം അങ്ങനെയൊന്നും വലിയ കഴിക്കൂല കേട്ടോ. നേന്ത്രപ്പഴം തന്നെ കൊടുന്നാൽ അത് പച്ച തിന്നൂല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താലേ തിന്നുള്ളൂ. ഇതിപ്പോൾ ഇത് അങ്ങനെ അവിടെ കൊണ്ടുവെക്കും. പഴുത്തവർ കൊണ്ടുപോയി എന്താ വെച്ചാൽ ചെയ്തോട്ടെ. നമുക്ക് ആവശ്യമില്ലേനും കഴിക്കാനൊന്നും നമുക്ക് ഇങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അത് അവിടെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ അതിൽ കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊള്ളായിരിക്കില്ലൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ അങ്ങനെ പൊട്ടി ഉണ്ടായിക്കണം. ഇപ്പോൾ ചക്കൻ്റെ സീസണൊക്കെ ആയല്ലോ. അങ്ങനെ നമ്മളിതാട്ടോ ആ കൊല ഇവിടെ കൊടുന്ന് വെച്ചിക്കണ്. ഇതിപ്പോൾ ഇനി പഴുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ കരുതിയിരിക്കണം. അപ്പോൾ അല്ല അതിന് മുന്നേ ഒരു കൊണ്ടുപോവുകയാണെങ്കിൽ ഉമ്മ എന്താ പറയണോ അതുപോലെ കേട്ടോ ചെയ്യാം. അപ്പോൾ ഇത് വൈതിരിങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മാണിത്തട്ട വാഴപ്പൂവ് വാഴക്കൂമ്പ് അങ്ങനെയും പറയും. ഇതിപ്പം തറവാട്ടത്തെ കൊല വെട്ടിയതാട്ടോ. അതെല്ലാവർക്കും ഇങ്ങനെ ഒരു അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 ആളെ വിളിച്ചിരിക്കണം. 2 മുത്തച്ഛന്മാരിപ്പോൾ വരെ അവർ കൊണ്ടുപോകും. വൈതിരിങ്ങ ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് 1 2 മതി. ബാക്കിയൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാട്ടോ. പഴമുണ്ട്. പിന്നെ ഇതാ കുമ്പളങ്ങ ഉണ്ട്. നമ്മളെ കുമ്പളങ്ങ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 2 എണ്ണം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അത് അറുക്കണം എന്ന് വെച്ചിട്ട് അപ്പോൾ അത് മൂത്തച്ഛൻ വന്നിക്കണം കേട്ടോ കൊണ്ടുപോകാൻ. അപ്പോൾ അത് അറുത്തിട്ട് ഒരിക്കലും കൊടുക്കാൻ വിചാരിച്ചിട്ട് അവിടുന്ന് അത് അറുക്കുകയാണ് കേട്ടോ. അപ്പം വാപ്പിൻ്റെ മേലെ കയറാതെ താഴത്തുനിന്ന് കിട്ടൂല. അപ്പോൾ ഒന്ന് ഇങ്ങനെ താഴത്തേക്ക് വീഴാതെ പൊട്ടാതെ കിട്ടിയിട്ടോ. മറ്റേത് താഴത്തേക്ക് വീണു. ഇതിങ്ങനെ വള്ളിയിൽ എത്തിപ്പിടിച്ച് അതൊക്കെ റെഡിയാക്കിയതാ എടുത്തിട്ട് അത് പൊട്ടിയില്ല. എന്നിട്ട് അത് അടിയിൽ പിടിച്ചാൽ കാത്തിക്കുകയാണ്. മൂത്തച്ഛനാണ് കേട്ടോ അത്. അപ്പോൾ അടുത്തതും കൂടി പറിക്കുകയാണ്. അത് സംഭവം കിട്ടിയില്ല കേട്ടോ. അത് താഴത്ത് വീണ് ചെറിയ പൊട്ടലൊക്കെ പറ്റി. അതിൽ ഒന്ന് ഒരു മൂത്തച്ഛനും കൊണ്ടുപോയി, മറ്റേ മൂത്തച്ഛനും കൊണ്ടുപോയിട്ട് 2 ആളും ഓരോന്ന് കൊണ്ടുപോയി. പിടിക്കാൻ കൈ നീട്ടി ഇങ്ങനെ നിൽക്കണം കേട്ടോ. സംഭവം പിടുത്തം കിട്ടിയില്ല. അത് താഴത്ത് ചാടി എന്തായാലും അത് പോയി. പക്ഷേ കറിയൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ തന്നെ എടുത്തിട്ടുള്ളൂ 2 വൈതിരിങ്ങയും ഇത് മാണിത്തട്ട. എനിക്ക് കുമ്പളങ്ങയൊന്നും എനിക്കിന്ന് വേണ്ട പറഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുത്തു. നമുക്കിപ്പോൾ നാളും കുറേ കിട്ടിയതല്ലേ. അപ്പോൾ ഇനി അവരെടുത്തോട്ടെ വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ഒരു ചെറുപ്പം പഴം കൊടുത്തു കേട്ടോ. പഴത്തിൻ്റെത് അടിയത്തെ ചെറുപ്പം അതാകെ എന്തൊക്കെയോ ഒരു പുള്ളിയും കുത്തും ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. ഒരു വൃത്തിയിൽ തോന്നുന്നില്ല. അപ്പോൾ അത് അവർക്ക് കൊടുത്തില്ല. നമ്മൾ കൊണ്ടു നിൽക്കണം കേട്ടോ. പിന്നെ 2 വഴുതിരിങ്ങയും ഒരു മാണിത്തട്ടയും കൊടുന്നു. അപ്പോൾ അത് രാവിലെ നമ്മൾ എണ്ണിത്തണ്ടും മുതിരയൊക്കെ വേവിച്ചൊക്കെ വെച്ച് അങ്ങനെ പോയതല്ലേ. മീനൊക്കെ നന്നാക്കി ഞാൻ കറി വെച്ചു. മീൻ ഇനിയിപ്പോൾ ഇത് കുറച്ച് തൂമിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് നമുക്ക് കടർത്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് ബോറടിക്കണില്ലെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്കൊന്ന് ചെയ്യാം കേട്ടോ. മറന്ന് പോവരുത്. കുറേ ആൾക്കാർ മറക്കണുണ്ട് കേട്ടോ ലൈക്ക് ചെയ്യാൻ. അപ്പം മറക്കണ ആൾക്കാരോടാട്ടോ. അപ്പോൾ ആ ലൈക്കൊക്കെ ഒന്ന് അടിക്കുക. പിന്നെ ഇനിയിപ്പോൾ എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനി എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.